നമസ്തേ. പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ജീവിതത്തിൽ വല്ലാത്ത നശിച്ച ഒരു അവസ്ഥയിലാണ്, ഞാൻ ഒറ്റപ്പെട്ടതായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്, എനിക്ക് യാതൊരു വിധത്തിലുള്ള സുഹൃത്തുക്കളില്ല, എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് വേണ്ടതായിട്ടുള്ള പിന്തുണ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോലും ഞാൻ റിജക്റ്റഡ് ആണ്, എന്നെ വെറുതെ ഉപയോഗിക്കുക മാത്രമാണ് ചെയ്യുന്നത്, എനിക്ക് പ്രത്യേകിച്ച് ഒരു ആത്മബന്ധമൊന്നുമില്ല, എനിക്ക് ആളുകളോട് എൻ്റെ കാര്യങ്ങൾ പറയാനായിട്ട് എനിക്കൊരു വ്യക്തിയുമില്ല അല്ലെങ്കിൽ വ്യക്തികളുമില്ല എന്നൊക്കെ. ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്, എൻ്റെ ജീവിതം നരകതുല്യമായിട്ട് നശിച്ച ഒരവസ്ഥയിലാണ്. ഈ ഒറ്റപ്പെടൽ, ഏകാന്തത എന്നൊക്കെ പറയുന്ന സമയത്ത് മുൻപ് പല വീഡിയോകളിലൂടെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതിനെ മറ്റൊരു ഡയമെൻഷൻ, ഒരു സ്പിരിച്വൽ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കിക്കാണുന്നൊരു വീഡിയോ തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു ഒറ്റപ്പെട്ട സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ആൻഡ് എന്തുകൊണ്ടാണ് പ്രപഞ്ചം എനിക്കിങ്ങനെ ഒറ്റപ്പെടൽ നൽകുന്നത്, അതിനപ്പുറത്തേക്ക് ഇതിനെ എനിക്കെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും, ഈ പെർസ്പെക്റ്റീവ് മാറ്റുന്നതിന് അനുസരിച്ച് എങ്ങനെയാണ് എനിക്കെൻ്റെ ഏകാന്ത വാസത്തിനെ അത് പ്രപഞ്ചം അല്ലെങ്കിൽ ക്രിയേറ്റർ ഓർ സോഴ്സ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതായിട്ടുള്ള എൻ്റെ അവേക്കനിങ്ങിൻ്റെ സ്റ്റേജാണ് എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളിലൂടെയും എങ്ങനെയാണ് ഇതിൻ്റെ പേഴ്സണൽ ആൻഡ് സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് വഴിവെക്കുന്ന രീതിയിൽ ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. സോ ഒറ്റപ്പെടുന്ന സമയത്ത് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒറ്റയ്ക്കാണ്, നമ്മളെ മറ്റുള്ളവരിലേക്ക് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, ആർക്കും എന്നെ കേൾക്കേണ്ട ആവശ്യമില്ല, ആർക്കും എന്നോട് പറയേണ്ട ആവശ്യമില്ല. ദെൻ ഹൂ വിൽ ലിസൺ മീ? എന്നെ ആരാണ് ശ്രവിക്കുക? ദൈവത്തിനോട് ഞാൻ പറയണോ? ദൈവത്തിനോട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാര്യവും പറയേണ്ട ആവശ്യമില്ല, ദൈവത്തിനോട് നിങ്ങൾ ഒരു കാര്യവും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, ദൈവത്തിനോട് നിങ്ങൾ ഒരു കാര്യവും യാചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെന്നുണ്ടെങ്കിലും ദൈവത്തിനോട് നിങ്ങൾ യാതൊരു വിധത്തിലുള്ള റിലീജിയസ് റിച്വൽസും നിങ്ങളുടെ മനസ്സിന് സമാധാനം ലഭിക്കുന്നില്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവുമില്ല. ബിക്കോസ് ദൈവം അല്ലെങ്കിൽ ക്രിയേറ്റർ അല്ലെങ്കിൽ ഹയർ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ സോൾസ് എന്ന് പറയുന്നത് അതിന് നിങ്ങളെ അറിയാം, നിങ്ങൾക്ക് അതിനെയും അറിയാം. ആൻഡ് നിങ്ങൾ ഉള്ളിലേക്ക് തിരിഞ്ഞുകൊണ്ട് ആ ശക്തിയെ തിരിച്ചറിയുക, കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. അല്ലാതെ ആ ശക്തിയോട് എനിക്കത് വേണം, എനിക്കിത് വേണം, എനിക്കിതൊക്കെ തന്നതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുന്ന സമയത്ത് യു ആർ നോട്ട് ടോക്കിംഗ് ടു ദാറ്റ് ഹയർ പവർ. ദാറ്റ് ഈസ് ജസ്റ്റ് ചാറ്റർ ഓഫ് യുവർ മൈൻഡ് എന്ന് പറയാനായിട്ട് സാധിക്കും. നിങ്ങളുടെ മനസ്സിൻ്റെ വെറും പിറുപിറുപ്പുകൾ, നിങ്ങളെ ആരൊക്കെയോ പഠിപ്പിച്ചതായിട്ടുള്ള ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ യാചിക്കുകയും നന്ദി പറയുകയും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങൾ അവബോധത്തിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ദൈവികവുമായിട്ടുള്ള ശക്തിയുമായിട്ട് കൂടുതൽ അടുക്കുന്നത്. സോ വെൻ യു ആർ എലോൺ, ഒരു ലോൺലി ആയിട്ടുള്ള അവസ്ഥയിൽ ഐസൊലേറ്റഡ് ആണെന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ വേറെ എങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ദൈവത്തിൻ്റെ രൂപത്തിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മുടെ മുന്നിൽ കാണുന്ന ദൈവത്തിൻ്റെ രൂപം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഭാവന മാത്രമാണ്. യഥാർത്ഥത്തിലുള്ള ദൈവത്തിൻ്റെ രൂപം എന്ന് പറയുന്നത് നമുക്ക് അതൊരു ഷെയ്പ്പിനപ്പുറത്താണ് എന്ന് പറയേണ്ടതായിട്ട് വരും. അത് എന്ന് പറയുന്നത് ഏറ്റവും ഹയർ ആയിട്ടുള്ള വോയിഡ് ആയിട്ടുള്ള അവസ്ഥ തന്നെയാണ്. അത് എന്ന് പറയുന്നത് ലൈറ്റ് കൂടിയാണ്. അത് എന്ന് പറയുന്നത് എല്ലാമാണ്, അറ്റ് ദ സെയിം ടൈം ഒന്നുമില്ലാത്ത അവസ്ഥയുമാണ്. വാട്ട് യു ഹാവ് ടു ഡു ഈസ് നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുക എന്നുള്ളതാണ്, സെൽഫ് റിഫ്ലക്ഷൻ നടത്തുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ അനുഭവപ്പെടുന്നത്? ആരാണ് ഞാൻ? ഈ ഭൂമിയിലേക്ക് ഞാൻ എന്തിനാണ് വന്നിരിക്കുന്നത്? ഞാൻ നിരാശപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണോ, അതോ ഞാൻ പരാജയത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണോ, അതോ എൻ്റെതായിട്ടുള്ള സോളിൻ്റെ പർപ്പസ് എന്താണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത് നമ്മളിവിടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ എത്ര കാലം നടന്നിരിക്കുന്നു, ഇനി എനിക്ക് അങ്ങോട്ട് എത്രമാത്രം നടക്കേണ്ടിയിരിക്കുന്നു, എൻ്റെ വഴികൾ എന്ന് പറയുന്നത് ഇതുവരെ ശരിയായ രീതിയിലാണോ എത്തിയിരിക്കുന്നത്, ഇനി ഞാൻ പോകേണ്ടതായിട്ടുള്ള വഴികൾ ഏതൊക്കെയാണ്, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനും കണ്ടെത്താനും ധ്യാനിക്കാനും മനനം ചെയ്യാനുമായിട്ടുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് നമ്മൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും മറ്റുള്ളവരിലേക്ക് വലിഞ്ഞു കയറി ചെല്ലാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും ആൻഡ് നിങ്ങൾക്ക് ദൈവത്തിനെ കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഏറ്റവും നല്ല അവസരവുമാണ് നിങ്ങളുടെ ഈ ഒറ്റപ്പെട്ടതായിട്ടുള്ള റിജക്റ്റഡ് ആയിട്ടുള്ള ഈ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുക, സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യുക, സെൽഫ് ഇവാലുവേഷൻ ചെയ്യുക. ഉള്ളിലേക്ക് നോക്കി വിമർശിക്കാം, നെഗറ്റീവ് കണ്ടെത്താം, പോസിറ്റീവ് കണ്ടെത്താം, ഒക്കെ കൂടി ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ഇതൊന്നും നിരാശപ്പെടാൻ വേണ്ടിയിട്ടല്ല, കാരണം ഇതൊക്കെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിനൊക്കെ പരിമിതികളുണ്ടാകാം, പക്ഷേ നമ്മുടെ ഉള്ളിലെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നതിന് ഒരു കാരണമായിട്ട് ഇത് മാറും എന്നുള്ളതാണ് സൂൺ ഓർ ലേറ്റർ. സോ പ്രപഞ്ചം എല്ലാവരെയും നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുന്നത് നിങ്ങൾ എന്ന് പറയുന്ന ഹയർ സൂപ്പർ പവറിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയാണ്, ഒരു സുഹൃത്തുക്കളും ഒരു വ്യക്തികളും എന്നെ ഡിസ്റ്റർബ് ചെയ്യാനില്ലാത്ത സ്ഥലങ്ങളിലും വനങ്ങളിലുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യമെന്ന് പറയുന്നത്, ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് നമുക്കൊരു കുറവായിട്ട് വരുന്നൊരു കാര്യമല്ല, അത് നമുക്ക് കൂടുതലായിട്ട് വരുന്നൊരു കാര്യമാണ്. എക്സ്ട്രോവേഷൻ അപ്പുറത്തേക്ക് ഇൻട്രോവേഷൻ എന്ന് പറയുന്ന സമയത്ത് മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്ന സമയത്താണ് നിങ്ങൾക്ക് ഊർജ്ജം കിട്ടുന്നത് എന്നുള്ളതിനേക്കാളും എത്രയോ മഹത്തരമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നിങ്ങൾ നിറവിലാണ് എന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. കാരണം നിങ്ങൾ നിങ്ങളുടെ ഹയർ പവറിനെ കണ്ടെത്തി എന്നുള്ളതാണ്. ജീവിതത്തിൽ ഓരോരുത്തരും ഇങ്ങനത്തെ ലോണർ ഫേസിലൂടെ കടന്നു പോകുന്നുള്ളതാണ്. വീക്കായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഡിപ്രഷനിലേക്കുള്ള വഴിയാണ്. എന്നാൽ ശക്തരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഉയർച്ചയിലേക്കുള്ള വഴിയാണ് എന്നുള്ളതാണ്. ഇത് വിശകലനത്തിന്റെയും ശാക്തീകരണത്തിന്റെയും സമയമാണ്. മൗനം എന്ന് പറയുന്നത് ദുർബലരുടെ ആയുധമല്ല, അത് ബലമുള്ളവന്റെ കവചമാണ് എന്ന് ഈ ഫേസിൽ നമ്മൾ തിരിച്ചറിയണം. ആളുകൾ നിങ്ങളെ വിട്ടുപോകുന്ന സമയത്ത് നിങ്ങളുടെ റിസോഴ്സസ് അല്ലെങ്കിൽ നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പൊസഷൻസ് നിങ്ങളെ വിട്ടുപോകുന്ന സമയത്ത് അവർ വിട്ടുപോകുന്നു എന്നുള്ളതല്ല, നിങ്ങൾ പരാജയപ്പെടുന്നു എന്നുള്ളതല്ല, യു ആർ ഗ്രോയിങ് ടു എ ന്യൂ വേർഷൻ എന്നുള്ളതാണ്. നിങ്ങൾ പുതിയതായിട്ടുള്ളൊരു വേർഷനിലേക്ക്, ഒരു ഹയർ സെൽഫിലേക്ക് അല്ലെങ്കിൽ സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വളർന്നു വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പഴയ ഫ്രീക്വൻസി മാറി പുതിയ ഫ്രീക്വൻസിയുടെ ഫേസിലേക്ക്, ഹയർ വൈബ്രേഷണൽ സ്റ്റേജിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോകുന്നത് മറ്റുള്ള വ്യക്തികളോ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള സംഗതികളോ അല്ല, പഴയ വേർഷനാണ്. പഴയ വേർഷൻ പോയി പുതിയതായിട്ടുള്ളൊരു വേർഷനിലേക്ക് നമ്മൾ ഉയരുകയാണ്. നിങ്ങളെ പോലെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്രൗഡിൽ നിന്ന് റിജക്ഷൻ ഉണ്ടാകുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം നിങ്ങൾ ക്രൗഡിൻ്റെ കൂടെ കൂടാൻ വേണ്ടി മാത്രം, ആ ഒരു ഒഴുക്കിനൊത്ത് പോകാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ സാധിക്കും, ഇന്ന് ഭൂരിപക്ഷം ആളുകളും ട്രെൻഡിൻ്റെ പുറകെ പോകുന്ന ആൾക്കാരാണ്. ഇന്നും ട്രെൻഡ് ഉണ്ടായിരുന്നു, ഇന്നലെയും ട്രെൻഡ് ഉണ്ടായിരുന്നു, നാളെയും ട്രെൻഡുണ്ട്. ആ ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു ക്രൗഡിൻ്റെ ഒഴുക്കാണ്. ഈ ഭൂരിഭാഗം ആളുകൾ പോകുന്ന വഴി ശരിയായിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ചിലപ്പോൾ 1% താഴെയുള്ള വ്യക്തികളായിരിക്കും ഈ ഭൂരിഭാഗം ആളുകളുടെ ട്രെൻഡിനെ നിയന്ത്രിക്കുന്നതും നിർണ്ണയിക്കുന്നതും അവരെ നയിക്കുന്നതും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും അവരെ മാറ്റി എഴുതുന്നതും ഒക്കെ. അവർ വരച്ചതായിട്ടുള്ള വഴികളിലൂടെ അവർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിലാ വരയ്ക്കുന്ന ആളുകളിൽ ചിലപ്പോൾ സ്വാർത്ഥ താല്പര്യമുള്ളവരുണ്ടാകാം, അല്ലെങ്കിൽ മറ്റു രീതിയിൽ നന്മയിലേക്ക് നയിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. ബട്ട് നിങ്ങൾക്ക് ഒരു ഹയർ ഇൻഫ്ലുവൻഷ്യൽ പവർ ഉള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. ആ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് എപ്പോഴും ലീഡറായി നിന്നുകൊണ്ട് മലമുകളിൽ നിന്ന് സംസാരിക്കുന്നത് ജനലക്ഷങ്ങളോട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, കൂടുതൽ ആളുകളും കേൾക്കുകയാണ്, കുറഞ്ഞ ആളുകൾ മാത്രമാണ് സംസാരിക്കുന്നത് ജനത്തിൻ്റെ മുൻപിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുവാനായിട്ട്. നിങ്ങളെ ആളുകൾ തെറ്റിദ്ധരിക്കുക, ദുരുപയോഗം ചെയ്യുക, തള്ളിക്കളയുക, ഇവയൊന്നും തന്നെ ആക്സിഡൻ്റലായിട്ട് നടക്കുന്നതല്ല. കാരണം ആ സമയത്ത് മാത്രമേ നിങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് പറക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഒരു പക്ഷി മരത്തിലിരിക്കുന്ന സമയത്ത് നമ്മൾ താഴെ കൂടെ പോയിട്ട് എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കി അത് പറന്നു പോകും. അത് അപ്പോൾ ആകാശത്തിൻ്റെ അനന്തതയിലേക്ക് ഉയർന്ന് പറക്കുകയാണ് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പക്ഷിയെ ഒറ്റയ്ക്കായിരിക്കാനായിട്ട് പഠിപ്പിക്കുന്നത് ആകാശം സ്വന്തമാക്കേണ്ടതിന് വേണ്ടിയാണ്. റിജക്ഷൻ വരുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു കുറച്ച് ഗ്യാപ്പിന് ശേഷം പ്രീവിയസ് ഉണ്ടായിരുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളൊരു വഴി, ബെറ്റർ ആയിട്ടുള്ളൊരു ഡോറ് നിങ്ങളുടെ മുന്നിൽ ഉറപ്പായിട്ടും തുറന്നു വരുമെന്നുള്ളതാണ്. നിങ്ങളെ തന്നെ അലോ ചെയ്യുകയാണെങ്കിൽ. കാരണം പ്രപഞ്ചത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു ഹയർ പ്ലാൻ ഉണ്ട്. ആൻഡ് യു ആർ വാട്ട് യു അലോ. നിങ്ങൾ എന്താണോ അനുവദിക്കുന്നത് അതാണ് നിങ്ങളായിട്ട് മാറുന്നത്. വെൻ വൺ ഡോർ ക്ലോസസ് അനദർ ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള വാതായനങ്ങൾ തുറന്നു വരികയും കൂടിയാണ്. അത് കാണാനുള്ള കണ്ണ് നമുക്കുണ്ടായിരിക്കണം എന്ന് മാത്രം. അത് ഉപയോഗിക്കാനും പ്രവർത്തിക്കാനുമുള്ള മനസ്സുണ്ടായിരിക്കണം. ഒരു വാതിൽ അടയുമ്പോൾ അതിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നവൻ ഈ പുതിയതായിട്ട് തുറന്നു വരുന്ന വാതിൽ കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്യണം? അവൻ തുറന്ന മനസ്സോടുകൂടി ചുറ്റിനും നോക്കണം എന്നുള്ളതാണ്. അടഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആ ഒരു വാതിലിലേക്ക് നോക്കിയിരിക്കുന്നതിനപ്പുറത്തേക്ക്. നിങ്ങളോടൊരു വ്യക്തി റിജക്റ്റ് ചെയ്യുന്ന സമയത്ത്, നിങ്ങളോടൊരു വ്യക്തി ഇല്ല എന്ന് പറയുന്ന സമയത്ത് പ്രപഞ്ചം കാത്തിരിക്കുന്നത് അതിനേക്കാൾ മഹത്തരമായതുള്ളത് നിനക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു, ഇതാ ഇരിക്കുന്നു എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ്. ബെറ്റർ തിങ്സ് ആർ കമ്മിങ് എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് ഓരോ പ്രഭാതങ്ങളും നമ്മളുടെ മുന്നിലേക്ക് വരുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീനും നിക്കോളാസ് ടെസ്ലയും തോമസ് ആൽവ എഡിസണും തുടങ്ങി ആയിരക്കണക്കിന് സയന്റിസ്റ്റുകൾ അല്ലെങ്കിൽ വലിയ വലിയ കോൺട്രിബ്യൂഷൻ കൊടുത്തതായിട്ടുള്ള എഴുത്തുകാർ, സാംസ്കാരിക നായകന്മാർ, മാർട്ടിൻ ലൂതർ കിങ്ങിനെ പോലെയൊക്കെയുള്ള നേതാക്കന്മാർ, മഹാത്മാഗാന്ധിയെ പോലെയും APJ അബ്ദുൽ കലാമിനെ പോലെയുള്ള വ്യക്തിത്വങ്ങൾ, ജീസസ് ക്രൈസ്റ്റിനെ പോലെയുള്ള വ്യക്തിത്വങ്ങൾ, ഇവരാരും ഗ്രൂപ്പായിട്ട് വന്നതായിട്ടുള്ള വ്യക്തികളല്ല.
ഗ്രൂപ്പ് പിന്നീട് ഇവരുടെ പേരിൽ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കാം. ബട്ട് ഇവരൊക്കെ ഒറ്റയ്ക്ക് പണിയെടുത്ത് ഒരു സ്റ്റേജിലേക്ക് വന്നതിന് ശേഷമാണ് അവരുടെ ഹാർഡ് വർക്ക്, അതിനുശേഷം അവർ സ്മാർട്ട് വർക്ക് ചെയ്യുന്നു, അതിനുശേഷം അവരുടെ മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നു. അതിൻ്റെ ഫലത്തിലേക്ക് വന്നതിന് ശേഷം മാത്രമാണ് മറ്റുള്ളവർ അവരിലേക്ക് എത്തിയത്. ആൻഡ് ഞാൻ പറഞ്ഞു വന്നത്, ഇവരെല്ലാവരും ഒറ്റയ്ക്കിരുന്നു കൊണ്ട് പ്രവർത്തിച്ച വ്യക്തികളാണ്. ലോൺലിനെസ് അല്ലെങ്കിൽ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത്, ഒറ്റയ്ക്കുള്ള നിങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് വളർച്ചയുടെ ഒരു അടയാളം തന്നെയാണ്. നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, എനർജി, വൈബ്രേഷൻ ഇതൊക്കെ ഉയരുന്ന സമയത്ത് പഴയ ക്രൗഡ് നിങ്ങൾക്ക് ഫിറ്റ് ആയിക്കൊള്ളണം എന്നില്ല. വളരുന്ന വ്യക്തികൾ ഒരിക്കലും തിരക്കിൽ ജീവിക്കുന്നില്ല. കാരണം ക്ലാരിറ്റി ഒളിഞ്ഞിരിക്കുന്നത് നിശബ്ദതയിലാണ്. ഏറ്റവും വലിയ ഗ്രോത്ത് ഫേസസ് എല്ലാം നടക്കുന്നത് സൈലന്റ് മോഡിലാണ്. നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ എപ്പോഴും ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ ആൾക്കാർ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ഫോൺ എടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കർമ്മം അവിടെ മുന്നോട്ട് നീങ്ങുന്നില്ല. ബട്ട് നിങ്ങൾ സൈലന്റ് മോഡിൽ ഇട്ടിട്ടാണ് നിങ്ങളുടെ നല്ലതായിട്ടുള്ള വർക്കുകളൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് ഹാപ്പനിങ് ഇൻ ദ സൈലന്റ് മോഡ് എന്നുള്ളതാണ്. ക്രൗഡിൻ്റെ ഡിസ്ട്രാക്ഷൻ, ഗ്രൂപ്പ് തിങ്ക്, അവരുടെ ഇൻഫ്ലുവൻസ്, അവരുടേതായിട്ടുള്ള എനർജി ഇതൊന്നും നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള കർമ്മത്തിനെ ബാധിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ആവുമ്പോൾ മാത്രം അത് നിങ്ങളുടേതായിട്ടുള്ള മാസ്റ്റർ പീസായിട്ട് നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലം വരികയുള്ളൂ എന്നുള്ളതാണ്. ഒരു വിത്ത് മണ്ണിനടിയിൽ കിടന്ന് മുളച്ചു വളരുന്നതും ഒരു കുഞ്ഞ് രൂപപ്പെടുന്നതും ഒരാത്മാവ് ഉണരുന്നതും ഇരുട്ടിൽ തന്നെയാണ്. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇരുട്ട് എന്നത് പുതിയ ജന്മത്തിലേക്കുള്ള ലേബർ റൂം തന്നെയാണ്. ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഇരുണ്ട രാത്രികൾ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഡിപ്രസീവ് ആയിട്ടുള്ള ഫേസസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആത്മാവിൻ്റെ റീസെറ്റിംഗ് പോയിന്റുകളാണ്. പഴയ ഈഗോ, ഭയം, ഇൻസെക്യൂരിറ്റീസ് ഇതെല്ലാം തകർന്നു പോവുകയാണ്. ചില രാത്രികൾ നിങ്ങളെ ഉറക്കത്തിൽ നിന്നും ഉണർത്താൻ വേണ്ടിയിട്ടുള്ളതല്ല, നിങ്ങളെ ജീവിതത്തിൽ നിന്ന് തന്നെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഘട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം തിരിച്ചറിയും. ദ പ്യുവർ സെൽഫ് അല്ലെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. ഇത് മറ്റാരെങ്കിലും നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഐഡന്റിറ്റി അല്ല, ഇത് നിങ്ങളെ തന്നെ കണ്ടെത്തുന്ന നിമിഷമാണ്. ശരീരം എന്ന് പറയുന്നത് നശ്വരമാണ്, ബട്ട് ആത്മാവെന്ന് പറയുന്നത് അനശ്വരമാണ്. ടൈംലെസ് ആയിട്ടുള്ള നിങ്ങളുടെ ആത്മാവ് ടൈംലെസ് ആയിട്ടുള്ള അവസ്ഥകളെ തിരിച്ചറിയുകയാണ്. ആൻഡ് ഈ തിരിച്ചറിവ് തന്നെയാണ് അവേക്കനിങ് എന്ന് പറയുന്നത്. ഈ ലോണർ ഫേസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ക്രൗഡ് വേണ്ട, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അപ്രൂവൽ ആവശ്യമില്ല, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വാലിഡേഷൻ ആവശ്യമില്ല, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വിലയിരുത്തലുകൾ അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് ആവശ്യമില്ല. നിങ്ങൾ എടുക്കുന്നതായിട്ടുള്ള തീരുമാനങ്ങൾ ആത്മീയമാണെങ്കിലും ഭൗതികമായിട്ടുള്ള ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും തീർച്ചയായിട്ടും വേറൊരു വ്യക്തിയുടെ അഭിപ്രായത്തിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോണർ ഫേസ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ക്രൗഡിൻ്റെ ആവശ്യമില്ല. യു ഓൺലി ഹാവ് എ പർപ്പസ് അല്ലെങ്കിൽ ദൗത്യം എന്നുള്ളതാണ്, കർമ്മം എന്നുള്ളതാണ്. നിങ്ങൾ ആളുകളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ജീവിക്കുന്നത്. യു ആർ നോട്ട് എ പീപ്പിൾ പ്ലീസർ അറ്റ് ഓൾ. നിങ്ങൾ നിങ്ങളുടെ സത്യത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ദൗത്യത്തിലേക്ക് അല്ലെങ്കിൽ കർമ്മത്തിലേക്ക് കയറുന്ന സമയത്ത് ഈ ലോൺലിനെസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സൂപ്പർ പവർ ആയിട്ട് മാറുകയാണ്. അവേക്കനിങ്ങിന്റെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആരുടെയും അപ്രൂവൽ ആവശ്യമില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ദൂരം, നിങ്ങളുടെ പാത, നിങ്ങളുടെ ആത്മാവ്, അത് മാത്രം മതി. ഒരിക്കൽ നിങ്ങൾക്ക് സെൽഫ് അപ്രൂവൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ലോകത്തിന്റെ അപ്രൂവൽ എന്ന് പറയുന്നത് ഒരു ബോണസ് മാത്രമാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, ഈ ലോണർ ഫേസ് എന്ന് പറയുന്നത് അവസാനമല്ല, അത് നിങ്ങളുടെ യാത്രയുടെ ആരംഭമാണ്, നിങ്ങളുടെ യാത്രയുടെ യഥാർത്ഥ തുടക്കം. ഓർക്കുക, ഹീറോകളെ ജനക്കൂട്ടമായിരിക്കും സൃഷ്ടിച്ചിട്ടുണ്ടാവുക, ബട്ട് ലെജൻസിനെ ഉണ്ടാക്കുന്നത് ഒറ്റപ്പെടലാണ്. യു ആർ എ ലെജൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് തുടരുവാൻ വേണ്ടി നിർത്തുകയാണ്. നമസ്തേ.